ഇന്ന് ഹലോ മലയാളത്തിൽ ന്യൂസ് ആംഗിൾ വിശകലനം ചെയ്യുന്ന വാർത്ത. തിരുവനന്തപുരം ജില്ലയിലെ നേമം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയാണ് CPIM-ഉം കോൺഗ്രസും ഇപ്പോൾ കൊമ്പ് കോർക്കുന്നത് അല്ലേ? നേമത്ത് മത്സരിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശനെ V ശിവൻകുട്ടി വെല്ലുവിളിച്ചു. പ്രതികരിക്കാനില്ലെന്നാണ് VD സതീശന്റെ പ്രതികരണം. BJP-ക്കായി രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ ഉറച്ച നേമത്ത് ത്രികോണ മത്സരം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പക്ഷേ അതുണ്ടാകണമെങ്കിൽ UDF കരുത്തനായി സ്ഥാനാർത്ഥിയെ നിർത്തണം. നിലവിലെ സാഹചര്യത്തിൽ UDF-ന് മികച്ച സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏവരും ഉറ്റുനോക്കുന്ന മണ്ഡലം നേമമാകുമോ എന്നുള്ളതാണ് ന്യൂസ് ആംഗിളിന്റെ ചോദ്യം. ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നതും ഈ വിഷയമാണ്. ബിനിൽ ലീല സാബു വിശകലനങ്ങളുമായി നമുക്കിപ്പം തത്സമയമുണ്ട്. ബിനിൽ, ഗുഡ് മോർണിംഗ്. ഈ മന്ത്രി V ശിവൻകുട്ടിയും VD സതീശനും തമ്മിൽ തുടങ്ങിയ കഴിഞ്ഞ 1.5 ആഴ്ചയായിട്ട് തുടങ്ങിയ പോരിന് ഇന്നലെയാണ് ഒരു താൽക്കാലിക വെടിനിർത്തലുണ്ടായത്. ആ വെടിനിർത്തൽ ഉണ്ടാകുമ്പോൾ ഈ വിഷയത്തെ എല്ലാം കൂടി നേമത്ത് കൊണ്ടിട്ടിട്ടുണ്ട് മന്ത്രി V ശിവൻകുട്ടി. നേമത്തേക്ക് കരുത്തുണ്ടെങ്കിൽ മത്സരിക്കാൻ വായോ എന്ന് വെല്ലുവിളിച്ചു മന്ത്രി V ശിവൻകുട്ടി. പക്ഷേ പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു, ഞാൻ കാണിച്ചതൊരു വെല്ലുവിളി എന്നുള്ളത്, ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയായിരുന്നു എന്നാണ് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞത്. പക്ഷേ V ശിവൻകുട്ടിയുടെ ആ ക്ഷണത്തെ, ആ അപേക്ഷയെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോലും തയ്യാറാകാതെ തുടക്കത്തിലെ മടക്കി ഈ VD സതീശൻ, നമ്മുടെ പ്രതിപക്ഷ നേതാവ്. നിയമം എന്ന് പറയുന്നത് ഇപ്പോൾ ബിനിൽ നമ്മളിപ്പം ഈ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു മണ്ഡലം, അതായത് ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് നേമം. ഇപ്പം BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്ന് തുടക്കം മുതൽ അദ്ദേഹം സ്ഥാനാർത്ഥി പട്ടികയോ അതല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ചർച്ചകളോ തുടങ്ങുന്നതിന് മുൻപേ തന്നെ തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച സ്ഥലമാണ് നേമത്തേത്. നേമത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ത്രികോണ മത്സരം നടക്കുന്നു. അവിടെ V ശിവൻകുട്ടി ജയിച്ച നേമത്ത് 2ാം സ്ഥാനത്തുള്ളത് BJP-ആണ്, 3ാം സ്ഥാനത്താണ് അവിടെ കോൺഗ്രസിന് അവിടെ നില മെച്ചപ്പെടുത്തുന്നത് അനിവാര്യമാണ്. അപ്പം ഈ തിരഞ്ഞെടുപ്പിൽ നേമത്ത് എങ്ങനെയാകും ചർച്ചകൾ വരിക? UDF-നെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് K മുരളീധരൻ്റെ അടക്കം പേരുകളൊക്കെ അവിടെ പരിഗണിക്കപ്പെടുന്നുണ്ട്. പക്ഷേ എല്ലാം അഭ്യൂഹങ്ങളാണ്. സ്ഥാനാർത്ഥി പട്ടിക വരണം, നേതാക്കൾ പ്രഖ്യാപിക്കണം. എന്നിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നൽകി കോൺഗ്രസ് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കാനുള്ള, അതായത് K മുരളീധരനെയൊക്കെ പോലെ ഒരു കരുത്തനായി സ്ഥാനാർത്ഥി ഇറക്കാനുള്ള സാധ്യത എത്ര കണ്ടുണ്ട് ബിനിൽ? അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഇറക്കിയാൽ തന്നെ ജയിച്ച് കയറണം. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ഹിമാലയൻ ടാസ്ക് ആണ്. കാരണം 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മുന്നണി അത് 2ാം സ്ഥാനത്തേക്കും അല്ല ആദ്യം എത്തണമെങ്കിൽ അത്ര കണ്ട് നേമത്ത് വിയർപ്പൊഴുക്കണം. എങ്ങനെയാണ് നിയമവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ UDF-ൽ നടക്കുന്ന ചർച്ചകൾ ബിനിൽ? സേതു, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏകദേശം 20 മണ്ഡലങ്ങളാണ് ഇത്തരം ടൈറ്റ് ഫൈറ്റ്, അതായത് അതിഭീകരമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ 20 എണ്ണമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നേമം. നമുക്കറിയാം, നേമം BJP അക്കൗണ്ട് തുറന്ന ഒരു മണ്ഡലം കൂടിയാണ്. 2016 അവിടെ ജയിച്ചു കയറിയത് O രാജഗോപാലാണ്. അന്ന് 3ാം സ്ഥാനത്തേക്കാണ് കോൺഗ്രസ് പോയത്. സേതു പറഞ്ഞതുപോലെ അവിടെ UDF-ന് ജയിക്കണമെങ്കിൽ അതൊരു ഹിമാലയൻ ടാസ്ക് തന്നെയാണ്. നിലവിലും 3ാം സ്ഥാനത്താണ് അവിടെ ഉള്ളത്. കഴിഞ്ഞ തവണ V ശിവൻകുട്ടി ജയിച്ചത് ഏകദേശം 3949, 4000 താഴെ വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹം അവിടെ ജയിച്ചു കയറാനായത്. അവിടെ അന്നപ്പോൾ സ്ഥാനാർത്ഥിയായി വന്നത് നേരത്തെ സേതു പറയുന്നതുപോലെ K മുരളീധരനാണ്. അദ്ദേഹം കരുത്തനായ സ്ഥാനാർത്ഥിയാണ്. സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും K മുരളീധരൻ വേണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് UDF. അങ്ങനെ കരുത്തനായ സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ചത്. അദ്ദേഹം കൃത്യമായി തന്നെ 31,000-ത്തിലധികം വോട്ടുകൾ, നേരത്തെ അവിടെ JDU-നായിരുന്നു ആ സീറ്റ് ഉണ്ടായിരുന്നത്, ഘടകകക്ഷിയാണ്. അവർ മത്സരിച്ചപ്പോൾ 13,000-ൽ താഴെ വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. 31,000-ത്തിലേക്ക് എത്തിച്ചത് K മുരളീധരൻ ആണ്. അന്ന് UDF ഒറ്റക്കെട്ടായി അവിടെ ഒരുമിച്ച് നിന്ന് പണിയെടുത്തു. അങ്ങനെയാണ് അവർ ആ കണക്കിലേക്ക് എത്തിയത്. എങ്കിൽ പോലും ജയിച്ചു കയറാൻ ശിവൻകുട്ടി കഴിഞ്ഞു. പക്ഷേ അങ്ങനെ ശിവൻകുട്ടി ഇത്തവണയും ജയിച്ചു കയറണമെങ്കിൽ അവിടെ UDF-ന് കരുത്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ വേണം. K മുരളീധരൻ ഇത്തവണ മത്സരിക്കാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് അടുപ്പമുള്ള ആളുകൾ പറയുന്നത് ഇത്തവണ ചാവേറാകാനില്ല, സുരക്ഷിതമായ ഒരു മണ്ഡലത്തിലേക്ക് മത്സരിക്കും എന്നാണ് അദ്ദേഹവുമായി അടുപ്പമുള്ള ആളുകൾ പറയുന്നത്. പരോക്ഷമായി അദ്ദേഹം അത് സൂചിപ്പിക്കുകയും ചെയ്തു. ചിലപ്പോൾ വട്ടിയൂർക്കാവോ മറ്റ് തിരുവനന്തപുരം സെൻട്രലോ അങ്ങനെയുള്ള മണ്ഡലങ്ങളിലേക്കൊക്കെ പോകാനാണ് സാധ്യത. എന്തായാലും നിലവിലെ സ്ഥിതി അനുസരിച്ച് ശബരിനാഥന്റെ പേര് അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചില സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇപ്പോൾ വൈഷ്ണവ് സുരേഷിന്റെ പേരൊക്കെ അവിടെ കൃത്യമായി തന്നെ പറയുന്നു. മുട്ടടവാളിൽ ജയിച്ച വൈഷ്ണയുടെ പേര് അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. സമൂഹ മാധ്യമം മാത്രമുള്ളതാണ്. കോൺഗ്രസിന് അങ്ങനെ ഒരു ചർച്ച ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോയിട്ടില്ല. ശബരിനാഥന്റെ പേര് അവിടെ പറയുന്നുണ്ട്. മറ്റൊന്ന്, ആ മണ്ഡലത്തിൽ തന്നെയുള്ള നേമത്ത് നിന്ന് തന്നെയുള്ള ഒരു സ്ഥാനാർത്ഥി കണ്ടെത്താനുള്ള ശ്രമവും കോൺഗ്രസ് നടത്തുന്നുണ്ട്. എന്തായാലും നേരത്തെ പറഞ്ഞ ഒരു ഹിമാലയൻ ടാസ്ക് തന്നെയായിരിക്കും. പ്രത്യേകിച്ച്
BJP അവിടെ രാജീവ് ചന്ദ്രശേഖർ തന്നെ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. അദ്ദേഹം തന്നെ അവിടെ മത്സരിക്കും എന്ന് പറയുന്നു. BJPക്ക് ഗണ്യമായ വളർച്ചയുള്ള ഒരു മണ്ഡലം കൂടിയാണ് നേമം. കൃത്യമായി തന്നെ അവർക്ക് അവിടെ പ്രവർത്തിച്ച് വോട്ടുകൾ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണയും അവർ വലിയ പ്രതീക്ഷ അവിടെ വെക്കുന്നുണ്ട്. UDF-ന് ഒരു കരുത്തനായ സ്ഥാനാർത്ഥി വന്നില്ലെങ്കിൽ ഒരുപക്ഷെ BJPക്ക് ജയിച്ചു കയറാനുള്ള സാധ്യത കൂടി അവിടെയുണ്ട്. എന്തായാലും കോൺഗ്രസിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ സതീശിനെയൊക്കെ മത്സരിക്കാൻ ക്ഷണിച്ചത് അതൊരു പ്രസംഗത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്വഭാവത്തിൽ മാത്രം കണ്ടാൽ മതി. അദ്ദേഹം ഇവിടേക്ക് എത്തി മത്സരിക്കും എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ അതൊരു രാഷ്ട്രീയ വിവാദമാക്കി അല്ലെങ്കിൽ ഒരു ചർച്ചയാക്കി ഉയർത്താൻ വി ശിവൻകുട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വി ശിവൻകുട്ടി അധിക്ഷേപിക്കുന്ന ഒരു പരാമർശം നടത്തി. അതിനുശേഷം വാർത്താ സമ്മേളനത്തിൽ ഇവിടേക്ക് നേമത്തേക്ക് സതീശിനെ മത്സരിക്കാൻ ക്ഷണിക്കുകയാണ്. വെല്ലുവിളിയല്ല, പിന്നീട് അപേക്ഷയാണ്, സ്നേഹത്തിന്റെ ഭാഷയിലാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും അദ്ദേഹത്തിനെ അവിടേക്ക് ക്ഷണിക്കുന്നു. അവിടെ എന്തായാലും ഒരു കരുത്തനായ സ്ഥാനാർത്ഥി വന്നില്ലെങ്കിൽ BJP വീണ്ടും അക്കൗണ്ട് തുറക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ജയിച്ചു നമുക്കറിയാം. അവിടെ ഈ ബിനിൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ 3 പേരും കരുത്തരായ സ്ഥാനാർത്ഥിയെ ഇറക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എങ്ങനെയാണ് UDF-ലെ ചർച്ചകളെന്ന് അറിയണം. ഇപ്പം CPM-നെ സംബന്ധിച്ചിടത്തോളം വി ശിവൻകുട്ടി അല്ലാതെ മറ്റൊരു പേര് നിലവിൽ ഉയർന്ന് കേൾക്കുന്നില്ല. വി ശിവൻകുട്ടി പറഞ്ഞ അദ്ദേഹത്തിന് ഇനി മത്സരിക്കാൻ വയ്യെന്നൊക്കെയാണ്. പക്ഷേ ആ ചർച്ചകൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ വി ശിവൻകുട്ടിയിൽ തന്നെ എത്തി നിൽക്കാനാണ് സാധ്യത. അല്ലാതെ മറ്റൊരു പേരും ഇപ്പം നിലവിൽ നേമത്ത് കേൾക്കാനില്ല. വി ശിവൻകുട്ടി അത്ര കണ്ട് ജനകീയനാണ്. നേമം മണ്ഡലത്തിന് ഒപ്പം നിൽക്കുന്ന നേതാവാണ്. തിരുവനന്തപുരത്തിനെ അടുത്തറിയാവുന്ന ആളാണ്, മന്ത്രിയാണ്, MLA ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പേരിന് മറ്റൊരു പേരിലേക്ക് ഇടതുമുന്നണി പോകാനുള്ള സാധ്യത തുലവും തുച്ഛമാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരെന്ന് അറിഞ്ഞതിന് ശേഷമായിരിക്കും ഇനി അവിടുത്തെ മത്സരം എങ്ങനെയായിരിക്കും എന്നതിൽ ഒരു തീരുമാനമാവുക. ബിനിൽ ലീല സാബോൺ വിശകലനങ്ങൾ നടത്തിയത്. പ്രിയപ്പെട്ട